ഹായ് ഫ്രണ്ട്സ്, അമ്മൂസ് മന്ത്രയുടെ ഹാൻഡ് എംബ്രോയിഡറി സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന നല്ലൊരു ഹാൻഡ് എംബ്രോയിഡറിയാണ് ഷെയർ ചെയ്യുന്നത്. ഇതിലൂടെ ഞാൻ ഇന്ന് നല്ലൊരു ബെഡ്ഷീറ്റും 2 പില്ലോ കവേഴ്സുമാണ് ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളത്. ഇതേ ഡിസൈൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ടേബിൾ റണ്ണേഴ്സോ കുഷൻ കവേഴ്സോ ഈവൻ ഡ്രസ്സ് പോലും ഡിസൈൻ ചെയ്തെടുക്കാം. ഹാൻഡ് എംബ്രോയിഡറിയും ബീഡ്സ് വർക്കും മിറർ വർക്കും എല്ലാം വെച്ച് എങ്ങനെ ഈസി ആയിട്ട് നമ്മുടെ ഡ്രസ്സ് ഡിസൈൻ ചെയ്യാം എന്നുള്ളതിന്റെ വീഡിയോസ് ഞാൻ ഓൾറെഡി അമ്മൂസ് മന്ത്രയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും മുകളിലും കൊടുത്തേക്കാം. കണ്ടിട്ടില്ലാത്ത എല്ലാവരും കാണണം. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന സിമ്പിൾ ആയിട്ടുള്ള വർക്ക്സ് ആണ് അതിൽ കാണിച്ചിട്ടുള്ളത്. അതിലൂടെ നമുക്ക് നമ്മുടെ ഡ്രസ്സ് സ്വന്തമായി ഡിസൈൻ ചെയ്യാം. യുണീക്ക് ആയിട്ടുള്ള ഡിസൈൻസ് നമുക്ക് തന്നെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാം. ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. ഞാനൊരു പ്ലെയിൻ തുണിയിൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ കാർബൺ പേപ്പർ വെച്ച് വരച്ചെടുത്തിട്ടുണ്ട്. ഈ ഡിസൈനാണ് നമ്മൾ വർക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. ഹാൻഡ് എംബ്രോയിഡറി ചെയ്യാനായിട്ട് നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് സ്ക്രൂയോട് കൂടിയ ഒരു റിങ്ങും അതിലും ചെറുതായ ഒരു പ്ലെയിൻ റിങ്ങും. ഈ റിങ് ഉപയോഗിച്ച് നമുക്ക് ഈ ഡിസൈൻ ചെയ്തെടുക്കാം. 3 പാർട്ടായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഈ പ്ലെയിൻ ആയിട്ടുള്ള റിങ് ആണ് നമ്മൾ ക്ലോത്തിന്റെ അടിയിലേക്ക് വെക്കുന്നത്. നമുക്ക് ആ ക്ലോത്തിന്റെ അടിയിലേക്ക് ആ പ്ലെയിൻ ആയിട്ടുള്ള റിങ് കറക്റ്റായിട്ട് പൊസിഷൻ ചെയ്ത് വെച്ചു കൊടുക്കാം, ചുളിവുകളൊന്നുമില്ലാതെ. നമ്മൾ ഏറ്റവും ആദ്യം ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ഡിസൈനാണ് ചെയ്തെടുക്കുന്നത്. ഇനി സ്ക്രൂയോട് കൂടിയ റിങ് അതിന്റെ മുകളിലേക്ക് വെച്ച് നന്നായിട്ട് ടൈറ്റൻ ചെയ്യാം. ആദ്യം ജസ്റ്റ് നമുക്ക് ആ സ്ക്രൂ ഒന്ന് ടൈറ്റൻ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം തുണി എല്ലാ സൈഡിലേക്കും വലിച്ച് നമുക്ക് വീണ്ടും സ്ക്രൂ ടൈറ്റൻ ചെയ്യാം. തുണി വലിച്ചെടുക്കുമ്പം സൂക്ഷിക്കണം, ഇഴയൊന്നും അകന്നു പോകാതെ സോഫ്റ്റ് ആയിട്ട് വേണം വലിച്ചെടുക്കാനായിട്ട്. നമ്മളിപ്പോൾ നന്നായിട്ട് ടൈറ്റൻ ചെയ്തു. നമ്മുടെ തുണിയുടെ ടോപ്പിൽ ജസ്റ്റ് ഒന്ന് തട്ടി നോക്കിയാൽ ഒരു ഡ്രം പോലെ നല്ല ഫ്ലാറ്റ് ആയിട്ടിരിക്കണം. ഇനി ഹാൻഡ് എംബ്രോയിഡറി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 കളറ് ത്രെഡാണ് എടുത്തിട്ടുള്ളത്. ഫ്ലവർ ആയിട്ട് ഉള്ള ഡോട്ട്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഡാർക്ക് പിങ്ക് കളർ നൂലും, ലീഫും സ്റ്റെമ്മും ചെയ്തെടുക്കാനായിട്ട് ഗ്രീനിന്റെ ഒരു ഷെയ്ഡും. നമ്മൾ ഏറ്റവും ആദ്യം ഫ്ലവർ ആണ് ചെയ്യാൻ പോകുന്നത്. അതിന് പിങ്ക് കളറിലെ ഒരു നൂലാണ് എടുത്തിട്ടുള്ളത്. 6 നൂലുകളും ചേർത്ത് ഒരുമിച്ചാണ് സൂചിയിൽ കോർത്തിട്ടുള്ളത്. കോർത്തതിന് ശേഷം നൂലുകളുടെ 2 അറ്റവും ജോയിൻ ചെയ്തിട്ടില്ല. ഒരറ്റം ജസ്റ്റ് ഫ്രീ ആയിട്ട് വിട്ടിരിക്കുകയാണ്. രണ്ടാമത്തെ അറ്റം നമ്മൾ ചെറിയൊരു കെട്ടിട്ട് കൊടുക്കും. ഈ 3 ഡോട്ട്സ് ഈ ഫ്ലവേഴ്സ് ആണ് ചെയ്തെടുക്കുന്നത്. ഫ്ലവർ എന്ന് പറയുന്ന ഒന്നുമില്ല, ജസ്റ്റ് 3 കുത്തുകളാണുള്ളത്. നമ്മളത് ഫ്രഞ്ച് നോട്ട് വെച്ചാണ് ചെയ്യുക. ഏറ്റവും ആദ്യത്തെ ഡോട്ടിന് കുറച്ച് വലിപ്പം കൂടുതൽ, അതിനുശേഷം കുറച്ച് വലിപ്പം കുറവ്, ഏറ്റവും അവസാനത്തെ ഡോട്ട് ഏറ്റവും കുഞ്ഞത്, അങ്ങനെയാണ് ചെയ്തെടുക്കുക. ആദ്യത്തെ ഡോട്ടിലൂടെ നമ്മൾ സൂചി കുത്തി മുകളിലേക്ക് എടുത്തു. സാധാരണ ഒരു ഫ്രഞ്ച് നോട്ട് ചെയ്യാനായിട്ട് 3 ചുറ്റുകളാണ് ആവശ്യം. ഞാനിവിടെ ഏറ്റവും ആദ്യത്തെ പൂവിന് ആദ്യത്തെ ഫ്രഞ്ച് നോട്ട് കുറച്ച് വലുതായിട്ടാണ് ചെയ്യണേ. അതുകൊണ്ട് ഒരു 5ഓ 6ഓ ചുറ്റ് ഞാൻ ചുറ്റുന്നുണ്ട്. 3 ഫ്രഞ്ച് നോട്ടുകളാണ് നമുക്ക് ചെയ്യാനുള്ളത്. നമുക്ക് ചെയ്തു തുടങ്ങാം. റൈറ്റ് ഹാൻഡിലാണ് ഞാൻ സൂചി പിടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ലെഫ്റ്റ് ഹാൻഡ് വെച്ച് നമുക്ക് ആ നൂലൊന്ന് ജസ്റ്റ് ഒന്ന് വലിച്ചു പിടിക്കാം. സൂചിയിലേക്ക് നൂല് ചുറ്റി കൊടുക്കാം. 1 2 3 4 5 6 ചുറ്റുകളാണ് ഞാൻ ചുറ്റി കൊടുത്തിട്ടുള്ളത്. മാക്സിമം 6 ചുറ്റു വരെ ചുറ്റിയാൽ മതി. അതിലും കൂടുതലായാൽ ഫ്രഞ്ച് നോട്ട് കാണാനായിട്ട് ഭംഗി ഉണ്ടാവില്ല. നമ്മൾ എവിടുന്നാണോ സൂചി കുത്തി മുകളിലേക്ക് എടുത്തത് അതിന് തൊട്ട് അടുത്ത് തന്നെ സൂചി കുത്തി താഴേക്ക് ഇറക്കാം. ലെഫ്റ്റ് ഹാൻഡിലുള്ള ത്രെഡ് വിട്ട് കളയരുത്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് വലിച്ചു തന്നെ പിടിക്കണം. റൈറ്റ് ഹാൻഡ് വെച്ച് താഴേക്ക് ഇറക്കിയ സൂചി താഴോട്ട് വലിച്ചു കൊടുക്കണം. സൂചിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്യാം. ട്വിസ്റ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ വലിക്കുകയും ചെയ്യുക. റൈറ്റ് ഹാൻഡ് വെച്ച് താഴേന്ന് സൂചി താഴേക്ക് വലിച്ചെടുക്കണം. ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് വലിച്ചു കൊടുക്കുക. അപ്പോഴും ലെഫ്റ്റ് ഹാൻഡിലെ നൂല് വിടരുത്, അത് വലിച്ചു തന്നെ പിടിക്കണം. ഇപ്പം നമ്മുടെ ഒരു ഫ്രഞ്ച് നോട്ട് റെഡിയായി. ഫ്രഞ്ച് നോട്ട് ചെയ്യാൻ ആക്ച്വലി എളുപ്പമാണ്. ധൃതി പിടിക്കരുത്. സൂചി വലിച്ചെടുക്കുമ്പോൾ വളരെ കെയർഫുൾ ആയിട്ട് പതുക്കെ വലിച്ചെടുത്താൽ മതി. ധൃതി പിടിച്ച് പെട്ടെന്ന് വലിക്കുമ്പോഴാണ് നൂല് കെട്ടുപിടിഞ്ഞു പോകുന്നത്. ഇനി അടുത്ത ഡോട്ടിൽ നമുക്ക് വീണ്ടും സൂചി കുത്തി മുകളിലേക്ക് എടുക്കാം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ റൈറ്റ് ഹാൻഡിൽ സൂചി പിടിച്ചു. സോ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് നൂല് വലിച്ചു പിടിക്കാം. നൂലിനെ സൂചിയിലേക്ക് ചുറ്റി കൊടുക്കാം. ആദ്യത്തെ ഫ്രഞ്ച് നോട്ടിന് നമ്മൾ 6 ചുറ്റാണ് ചുറ്റിയത്. അതുകൊണ്ട് നമ്മൾ രണ്ടാമത്തെ ഈ ഫ്രഞ്ച് നോട്ടിന് 4 ചുറ്റേ ചുറ്റിയിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ഫ്രഞ്ച് നോട്ടിന്റെ വലിപ്പം ചെറുതായിട്ടൊന്ന് കുറവായിരിക്കും. നമ്മുടെ രണ്ടാമത്തെ ഫ്രഞ്ച് നോട്ടും റെഡിയായി. ഇതുപോലെ തന്നെ 3ാമത്തെ ഫ്രഞ്ച് നോട്ട് നമുക്ക് ചെയ്തെടുക്കാം. 3ാമത്തെ ഫ്രഞ്ച് നോട്ട് ഏറ്റവും ചെറുത് മതി. അതുകൊണ്ട് 3 ചുറ്റ് ചുറ്റിയാൽ മതി. ചുറ്റുകളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് നമ്മുടെ ഫ്രഞ്ച് നോട്ടിന്റെ വലിപ്പം കൂടും. ചുറ്റുകളുടെ എണ്ണം കുറയുമ്പോൾ ഫ്രഞ്ച് നോട്ടിന്റെ വലിപ്പം കുറയും. മാക്സിമം ഒരു 6 ചുറ്റ്, അതിലും കൂടുതൽ ഫ്രഞ്ച് നോട്ടിന് ചുറ്റരുത്. അപ്പോൾ നമ്മുടെ സ്റ്റിച്ച് മാറിപ്പോകും. നമ്മുടെ 3 ഫ്രഞ്ച് നോട്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് അടുത്ത പൂ വരുന്നത് ഇതാ ഇവിടെയാണ്. ഇവിടെ മുതൽ അടുത്ത പൂവിൻ്റെ അവിടെ വരെ നൂല് നീണ്ടു കിടക്കുന്നത്
അത്ര നല്ലതല്ല. പുറകുവശം കാണുമ്പോൾ ഒരു അഭംഗിയായിരിക്കും, കെട്ട് ഉണ്ടാവാനും സാധ്യതയുണ്ട്. സോ നമുക്ക് ഇവിടെ തന്നെ ആ നൂലിനെ ഒന്ന് കെട്ടിട്ട് കൊടുക്കാം. കെട്ടിട്ട് കൊടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഈസിയാണ്. ജസ്റ്റ് ഒരു ലൂപ്പ് ഉണ്ടാക്കുക, ആ ലൂപ്പിലേക്ക് 1-2 പ്രാവശ്യം നമ്മുടെ സൂചി കടത്തി വിടുക, ഒന്ന് വലിച്ചു കൊടുക്കുക. നമ്മളവിടെ കെട്ട് വീണു, ഇനി അത് അഴിഞ്ഞ് വരില്ല. സിസേഴ്സ് വെച്ച് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഗ്രീൻ കളറിലെ ത്രെഡ് എടുക്കാം, നമുക്ക് സ്റ്റെം ചെയ്ത് കൊടുക്കാം. ഗ്രീൻ കളറിലെ നൂലും നമ്മൾ 6 സ്ട്രാൻഡും ഒരുമിച്ചെടുത്താണ് കോർത്തിട്ടുള്ളത്. നൂലിന്റെ ഒരറ്റം ജസ്റ്റ് ഫ്രീ ആയിട്ട് വിട്ടു, മറ്റേ അറ്റം ഒന്ന് കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അഴിഞ്ഞു പോവാതിരിക്കാനായിട്ട്. നമുക്കിനി സ്റ്റെം ചെയ്ത് കൊടുക്കാം. സ്റ്റെം നമ്മൾ ചെയ്യുന്നത് സ്റ്റെം സ്റ്റിച്ച് വെച്ചാണ്. അത് വളരെ ഈസിയാണ്. നമുക്കതാ ഇവിടം മുതൽ ഇവിടം വരെയുള്ള സ്റ്റെമ്മാണ് ഏറ്റവും ആദ്യം ചെയ്തെടുക്കേണ്ടത്. സൂചി കുത്തി മുകളിലേക്ക് എടുത്തു, ഒരു കുഞ്ഞു ഡിസ്റ്റൻസിൽ സൂചി കുത്തി താഴോട്ട് ഇറക്കിയിട്ട് നമ്മൾ ആ എടുത്ത ഡിസ്റ്റൻസിന്റെ നേർ പകുതിക്ക് സൂചി കുത്തി മുകളിലേക്ക് എടുക്കണം. ഒന്നുകൂടി പറയാം, നമ്മൾ സൂചി കുത്തി മുകളിലേക്ക് എടുത്തു ആദ്യം. അവിടുന്ന് ഒരു കുഞ്ഞു ഡിസ്റ്റൻസിലേക്ക്, ഒരുപാട് ഗ്യാപ്പ് ഉണ്ടാക്കരുത്, അത് അഭംഗിയായിരിക്കും. കുഞ്ഞു കുഞ്ഞു സ്റ്റിച്ചാണ് എപ്പോഴും കാണാൻ ഭംഗി. സോ ഒരു കുഞ്ഞു ഡിസ്റ്റൻസിൽ സൂചി കുത്തി താഴോട്ട് ഇറക്കി ആ ഡിസ്റ്റൻസിന്റെ നേർ പകുതിയിലേക്ക് സൂചി കുത്തി മുകളിലേക്ക് എടുക്കാം. ബാക്ക് സൈഡിൽ ഇതുപോലെ വിരലുകൾ കൊണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ഒരു സ്റ്റിച്ച് കഴിഞ്ഞു. ഇതാണ് സ്റ്റെം സ്റ്റിച്ച്. ഇതുപോലെ തന്നെ ചെയ്തു പോവുക. അടുത്തതായിട്ട് വീണ്ടും ഒരു ചെറിയ ഡിസ്റ്റൻസിൽ സൂചി കുത്തി താഴോട്ട് ഇറക്കി ആ ഡിസ്റ്റൻസിന്റെ സെന്ററിലൂടെ സൂചി കുത്തി മുകളിലേക്ക് എടുക്കാം. ഇത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവുക. അതാണ് സ്റ്റെം സ്റ്റിച്ച്. ഈ സ്റ്റിച്ച് വെച്ചാണ് നമ്മൾ ഈ ഡിസൈനിലെ കംപ്ലീറ്റ് സ്റ്റെമ്മും ചെയ്തെടുക്കുന്നത്. സ്റ്റെം സ്റ്റിച്ച് ഉപയോഗിച്ച് സ്റ്റെമ്മിൻ്റെ ഇത്രയുള്ള ഭാഗം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് ഈ ലീഫ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ലീഫിൻ്റെ 2 ബൗണ്ടറി ഉണ്ട്. അതിൻ്റെ ഒരു ബൗണ്ടറിയിൽ സൂചി കുത്തി മുകളിലേക്ക് എടുത്തു. അതിന് പാരലായിട്ടുള്ള മറ്റേ സൈഡിൽ, ആ ബൗണ്ടറിയുടെ മറ്റേ സൈഡിൽ സൂചി കുത്തി താഴോട്ട് ഇറക്കിയിട്ട് നമ്മുടെ ലീഫിൻ്റെ തുടക്കം ടിപ്പിൽ സൂചി കുത്തി മുകളിലേക്ക് എടുക്കുകയാണ്. മുകളിലേക്ക് എടുക്കും മുൻപ് ഈ നൂല് വെച്ചിട്ട് നമുക്ക് ആ സൂചിയെ ഒന്ന് ചുറ്റി കൊടുക്കാം. ചെറിയൊരു ലൂപ്പ് ഉണ്ടാക്കാം. നമ്മുടെ ആ ഒരു സ്റ്റിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ സ്റ്റിച്ചിനി അഴിഞ്ഞു പോകാതിരിക്കാനായിട്ട് നമ്മൾ ആ കൊടുത്ത സ്റ്റിച്ചിൻ്റെ മുൻപിലായിട്ട്, നമ്മൾ ആ സ്റ്റിച്ച് ഉണ്ടാക്കിയപ്പോൾ ഒരു റാ പോലെയാണ് ഒരു ഷേപ്പ് വന്നത്, അതിൻ്റെ തൊട്ട് മുൻപിൽ സൂചി കുത്തി താഴോട്ട് ഇറക്കാം. ഇനി വീണ്ടും ആ ബൗണ്ടറിയിലെ നെക്സ്റ്റ് പൊസിഷനിൽ സൂചി കുത്തി മുകളിലേക്ക് എടുക്കാം. നമ്മൾ എവിടുന്നാണോ സൂചി കുത്തി മുകളിലേക്ക് എടുത്തത് അതിന് പാരലായിട്ട് നമ്മുടെ ലീഫിൻ്റെ ബൗണ്ടറിയിൽ സൂചി കുത്തി താഴോട്ട് ഇറക്കിയിട്ട് വീണ്ടും ആ ടിപ്പിലേക്ക് തന്നെ സൂചി കൊണ്ടുപോകാം. അവിടുന്ന് കുത്തി മുകളിലേക്ക് എടുക്കാം. നമ്മുടെ നൂല് ഉപയോഗിച്ച് സൂചിയെ ജസ്റ്റ് ഒന്ന് ചുറ്റി കൊടുക്കാം, ഒരു ലൂപ്പ് ഉണ്ടാക്കാം. കംപ്ലീറ്റ് ആയിട്ട് നൂല് വലിച്ചെടുത്തിട്ട് നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ആ സ്റ്റിച്ച് അഴിഞ്ഞു പോവാതിരിക്കാനായിട്ട് സ്റ്റിച്ചിൻ്റെ തൊട്ട് മുൻപിൽ സൂചി കുത്തി താഴോട്ട് ഇറക്കാം, ഒരു ലോക്ക് ഉണ്ടാക്കാം. ഇതാണ് നമ്മുടെ ലീഫിൻ്റെ സ്റ്റിച്ച്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോകുമ്പോൾ നമ്മുടെ ലീഫ് കംപ്ലീറ്റ് ആവും. നമ്മുടെ ഒരു ലീഫ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെയ്തെടുക്കാനായിട്ട് വളരെ ഈസിയാണ്. പെട്ടെന്ന് തയ്ച്ചെടുക്കാൻ പറ്റും. നമ്മൾ TV കാണുന്ന സമയത്തോ നമുക്ക് എപ്പോഴെങ്കിലും ഫ്രീ ടൈം കിട്ടുമ്പോഴോ ലെഷർ ടൈം സമയത്ത് നമ്മളൊക്കെ നമുക്ക് ഈ എംബ്രോയിഡറി ഈസി ആയിട്ട് ചെയ്തെടുക്കാം. ഒരു 6 ഡിസൈൻ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ബെഡ്ഷീറ്റ് ഇവിടെ റെഡി ആയിട്ടുള്ളത്. അതേപോലെ തന്നെ പില്ലോ കവറിലും നമ്മൾ ഓരോ ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്.
വളരെ എളുപ്പമാണ്. മാർക്കറ്റിൽ ഹാൻഡ് എംബ്രോയിഡറി ചെയ്ത ബെഡ്ഷീറ്റുകൾ കിട്ടാനായിട്ട് ഒരു 1500 രൂപയെങ്കിലും നമ്മൾ കൊടുക്കണം. ഇത് വളരെ ഈസി ആയിട്ട് 500 രൂപയിൽ താഴെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും കുറച്ചെങ്കിലും ഉപകാരമായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നല്ല നല്ല ക്രാഫ്റ്റുകളും രുചിയൂർന്ന റെസിപ്പികളും ഞാൻ അമ്മൂസ് മന്ത്രയിൽ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്ത എല്ലാവരും അതൊന്ന് കാണണം. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസിലൂടെ ഞങ്ങളെ അറിയിക്കണം. മറ്റൊരു നല്ല യൂസ്ഫുൾ വീഡിയോയുമായി അമ്മൂസ് മന്ത്രയിലൂടെ വീണ്ടും കാണാം. ടിൽ ദെൻ സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ.